നമ്മുടെ ജോലി തിരക്ക്, നമ്മുടെ ടെൻഷൻ, നമ്മുടെ കുടുംബം, നമ്മുടെ യാത്ര, നമ്മുടെ വീട്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിശപ്പ്, ദാഹം, ഇതിനേക്കാളൊക്കെ വലുതാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ വിഷയം ഏറ്റവും വലുതാണ്. ഇത് മനസ്സുകൊണ്ട് നാവുകൊണ്ട് അർത്ഥമറിഞ്ഞ് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്നൊരു സാമീപ്യമുണ്ട്, ഒരടുപ്പമുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഹബീബായ നബി തങ്ങൾ വഫാത്താകുമ്പോൾ എന്താ പറഞ്ഞത്? അവസാന വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല തങ്ങൾ പറയുന്നത്. തങ്ങളത് പഠിപ്പിക്കാൻ വന്ന നബിയാണ്, തങ്ങൾ അതിലും മീതയാണ്. തങ്ങൾ എന്താ പറഞ്ഞത് അവസാനം? ബലിർ റഫീഖൽ അഅ്ലാ, അല്ലാഹുവേ നിന്റെ ഉന്നതമായ സാമീപ്യം എനിക്ക് വേണം. ഇത് 3 തവണ പറഞ്ഞുകൊണ്ട് പുണ്യ നബി വഫാത്തായത്. നമ്മൾ പറയേണ്ടത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയത് നമ്മൾ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്, അല്ലാഹു നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം ഞങ്ങളുടെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബായ നബി തങ്ങൾ മഹദിയുടെ وأنه صلى الله عليه وسلم مات ما بين النحري وحجري, എൻ്റെ മടിത്തട്ടിൻ്റെയും എൻ്റെ കഴുത്തിൻ്റെയും ഇടയിൽ കിടന്നുകൊണ്ടല്ലേ ഹബീബ് വഫാത്തായത്. അത്രത്തോളം വലിയൊരു മഹത്വം ആർക്കാണ് അവകാശപ്പെട്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദിയുടെ ഫളായിലുകൾ, മഹദി തന്നെ അഭിമാനം പറയുന്ന വാക്കാണത്. എൻ്റെ ഹബീബിൻ്റെ മടിയിൽ കിടന്നല്ലേ വഫാത്തായത്. അവിടുത്തെ അവസാന നേരം ഹബീബിൻ്റെ വായിലേക്ക് ചേർന്നത് എൻ്റെ ഉമ്മിനീരാണ്. എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ, അബ്ദുറഹ്മാൻ എന്ന എൻ്റെ സഹോദരൻ മിസ്വാക്ക് കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് തങ്ങൾ നോക്കുന്നത് കണ്ടപ്പോൾ വേണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ കണ്ണുകൊണ്ട് വേണമെന്ന് പറയുകയും അത് ഞാൻ നബി തങ്ങൾക്ക് വേണ്ടി എൻ്റെ വായിലിട്ട് ഒന്ന് പരുവപ്പെടുത്തി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കൊടുത്തപ്പോൾ എൻ്റെ വായിലെ ഉമിനീര് ഹബീബിൻ്റെ ആ വായിലേക്ക് ഈ ബ്രഷിലൂടെ, മിസ്വാക്കിലൂടെ, സിവാക്കിലൂടെ ഹബീബിൻ്റെ വായിലേക്ക് ചേർന്നിട്ടുണ്ട് എന്ന് അഭിമാനം പറഞ്ഞിട്ട് ബീവി പറയുന്ന അവസാനം ഹബീബായ നബി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ബലിർ റഫീഖൽ അഅ്ലാ, ബലിർ റഫീഖൽ അഅ്ലാ, ബലിർ റഫീഖൽ അഅ്ലാ. അറിവുകളുടെ, ജ്ഞാനങ്ങളുടെ ഏറ്റവും വലിയ അറിവാണ് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന അറിവ്. അറിവുകളുടെ ഏറ്റവും വലിയ സമറത്താണ് പടച്ചവനിലേക്ക് അടുക്കാൻ പറ്റുക എന്നത്. അല്ലാഹുവേ എനിക്കതല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്റെ ഉന്നതമായ സ്ഥാനമാണ് എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് മറ്റെന്തോ ഒരു ഖിയാർ അവിടെ നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് അവിടെ ചോദ്യം വരും. കാരണം ബൽ അല്ല, എനിക്ക് അതല്ല വേണ്ടത്. ഈ ദുന്യാവിൽ നബിയെ, ഈസ നബിയെ ഞാൻ ജീവിപ്പിച്ച പോലെ, ഖിദർ നബി അലൈഹിസ്സലാമിനെ ജീവിപ്പിച്ച പോലെ, അലാ അഷ്ഹറിൽ അഖ്വാൽ, അമ്പിയാക്കന്മാർക്ക് മരണം വരെ, മരണം സംഭവിക്കാതെ ഖിയാമത്ത് നാൾ വരെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ആയുസ് കൊടുക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. നബിയെ ഞാൻ അങ്ങേക്ക് ഒരു ദീർഘായുസ് തന്നോട്ടെയോ? ഇവിടെ തന്നെ നിൽക്കുന്നോ, മദീനത്ത് നിൽക്കുന്നോ നബിയെ? ആരോഗ്യം ക്ഷയിക്കാതെ, രോഗം വരാതെ, വാർദ്ധക്യം തളർത്താതെ ഖിയാമത്ത് നാൾ വരെ അങ്ങേക്ക് അധികാരവും സമ്പത്തും നുബുവത്തും നിലനിർത്തി ഞാൻ തരാം. അതെല്ലാം അങ്ങ് എൻ്റെ അരികത്തേക്ക് പോരുന്നുണ്ടോ എന്ന് അസ്വാദിഖുൽ മസ്ദൂഖിനോട് ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിൻ്റെ മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഇഖ്തിയാറിൻ്റെ ഹദീസുകളുണ്ടല്ലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞതൊക്കെ. ബലിർ റഫീഖൽ അഅ്ലാ, ഇല്ല റബ്ബേ ഇല്ല, ഞാൻ റബ്ബേ അങ്ങയുടെ അരികത്തേക്ക് വരികയാണ്, ഞാൻ അല്ലാഹുവേ അങ്ങയുടെ സാമീപ്യത്തിലേക്ക് വരികയാണ്. ബലിർ റഫീഖൽ അഅ്ലാ. അല്ലാഹുവിനെ പറ്റി നീ എന്ന് പറയാതെ രക്ഷപ്പെടാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ്. എന്നാൽ ഒരു പ്ലൂരാലിറ്റിയോ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിന് എതിര് വരുന്ന വാക്കുകളോ ആവും ചെയ്യരുത്. അടച്ചോ നീ എന്നൊക്കെ പറയാം, നമ്മൾ ചെറിയ ചെക്കന്മാരോട് പറയണ പോലെ അള്ളാഹിനോട് പറയാണ്. അല്ല, അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോകൂലേ? അള്ളാഹു ഒന്നല്ലേ? അപ്പോൾ പിന്നെ നീ എന്ന് പറയാനേ വകുപ്പുള്ളൂ. പക്ഷെ ആ പറയുമ്പോഴേ ഖൽബിനുള്ളിൽ ഭയങ്കര പേടി വേണം. നീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുള്ളവരോട് നീ എന്ന് പറയുന്ന പോലെ അള്ളാഹുവിനോട് പറയാൻ അത്രക്ക് നമ്മൾ ധൈര്യമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറയാൻ പാടുണ്ടോ എന്നറിയില്ല. പുണ്യ നബിയോട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ ഖാലിഖായ റബ്ബിനോട് പറയാം? മനസ്സിൽ ഭാഷയ്ക്ക് പരിമിതി ഉണ്ട്. അള്ളാഹുവിനെ കുറിച്ച് എന്താ അവൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ഹീ എന്ന് പറയും. കുട്ടികൾ ചോദിക്കും, അള്ളാഹ് ആണായിട്ടാണോ, അള്ളാഹ് മാസ്കുലിനാണോ?
അല്ല. പിന്നെ ഭാഷയ്ക്ക് അത്രേ പരിമിതിയുള്ളൂ. അള്ളാഹിനെ പറ്റി ഷീ എന്ന് പറയാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് പറയാം. ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. അതും ഇറ്റ് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത അള്ളാഹ് ഹയ്യുൻ ഖയ്യൂമ. പിന്നെ ആകെ ഒരു വകുപ്പുള്ളത് ഹി എന്ന് പറയാനാണ്. എന്നല്ലാതെ അള്ളാഹു മാസ്കുലിൻ ആയതുകൊണ്ട്, അള്ളാഹു ദക്കറായതുകൊണ്ടല്ല. അങ്ങനെയല്ലേ പറയേണ്ടത്? അള്ളാഹു തആല റബ്ബ് തആലയെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. പടച്ചവനെ അവിടുത്തെ സാമീപ്യം എനിക്ക് നൽകണമേ എന്ന് 3 തവണ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഇവിടെ പറയുന്നത്. ബലിർ റഫീഖൽ അഅല. ജീവിതത്തിൻ്റെ ഒരു അവസാനം നോക്കി നിങ്ങൾ. ഇഖ്റ, വായിക്കണേ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച നുബുവത്ത് റഫീഖുൽ അഅല കൊണ്ട് അവസാനിക്കുകയാണ്. വായന എത്തിച്ചേരേണ്ടത് റഫീഖുൽ അഅലയിലേക്കാണ്. നമ്മുടെ ഇൽമ് എത്തിച്ചേരേണ്ടത് അങ്ങോട്ടാണ്. നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ കൂടിയിരുത്തങ്ങളും നമ്മുടെ ജാഥകളും നമ്മുടെ പ്രകടനങ്ങളും ഇതൊക്കെ റഫീഖുൽ അഅലയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നതാകണം. അതിനാണ് ഇഖ്റ കൊണ്ട് തുടങ്ങി റഫീഖുൽ അഅല കൊണ്ട് അല്ലാഹു അവസാനിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ ഭാര്യയുടെ ചരിത്രം നമ്മൾ കേൾക്കുന്നവരാണ്. വാ കർബാ വാ കർബാ വാ വഹ്ശതാ. എൻ്റെ ബിലാലേ, അങ്ങയുടെ മരണം കൊണ്ട് വരാൻ പോകുന്ന ശൂന്യതയും വിഷമവും വേദനയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഷാമിൽ കിടക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി വാ തുറബാ, എൻ്റെ ആനന്ദമേ, എൻ്റെ സന്തോഷമേ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹ്ബ. നാളെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോകുന്നത്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വസഹ്ബഹു, അവിടുത്തെ അനുയായികളെയും നാളെയല്ലേ ഞാൻ മരിച്ചു ചെന്നാൽ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷമേ, എൻ്റെ വിഷമമേ എന്ന് ഭാര്യ പറയുമ്പോൾ എൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞിട്ട് മരിക്കുകയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു. ജീവിതത്തിന് 100 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെയല്ലേ കൊടുക്കേണ്ടത്? അതല്ലേ വിജയം. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഒരു ഹദീസ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിയ്യത്ത് ബിദായത്താണ്, തുടക്കമാണ്. ഖാത്തിമത്തതിൻ്റെ അവസാനമാണ്. ഒരു ജീവിതത്തിൻ്റെ, ഒരു കർമ്മത്തിൻ്റെ, അമലിൻ്റെ അവലും ആഖിറും നന്നാവണം. അവൻ ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കലി നന്നാവും. അതൊരു തഫാഉലാണ്. അവലും ആഖിറും നന്നാവുമ്പോൾ ഇടയ്ക്ക് എന്തായാലും നന്നാവണമല്ലോ. അതുകൊണ്ടാണ് കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് അതിൻ്റെ അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് വുദു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തതല്ലേ? മഹാനവറുകളോട് ചോദിച്ചത് സല്ലി, കഅബേ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങൾ വെളിയിലിരിക്കാൻ വേണ്ടി പോകുമ്പോൾ തങ്ങൾക്ക് വൃത്തിയാവാനുള്ള വെള്ളം കൊണ്ടുപോയി വെക്കും. പക്ഷേ മഹാനവർ വുദുവിൻ്റെ വെള്ളം കൂടെ കൊണ്ടുപോയിച്ചു കൊടുത്തു. ഒരൽപ്പം ഏറെ ഖിദ്മത്ത് ചെയ്തപ്പോൾ തങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഖിദ്മത്തിന് നബി തങ്ങൾ കൊടുത്ത സമ്മാനമാണ്. കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് വേണ്ടത് ചോദിച്ചോളൂ. എന്താ മഹാൻ പറഞ്ഞത്? വല്ലാത്ത ബുദ്ധിയായിരുന്നു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. അങ്ങിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികത്തല്ലേ? പിന്നെ റബ്ബിൻ്റെ അരികത്ത് അങ്ങുണ്ടാവും, അങ്ങയുടെ കൂടെ ഞാനുണ്ടാവും. എനിക്ക് അള്ളാഹുവിൻ്റെയും അങ്ങയുടെയും സുഹബത്ത് കിട്ടുമല്ലോ. ആസിയ ബീവി ചോദിച്ചത് അത് തന്നെയാണ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, സ്വർഗത്തിൽ വീട് വേണമെന്നല്ല ചോദിച്ചത്. പടച്ചോനെ, നിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കുന്ന വിധം നമ്മളതിനെ മനസ്സിലാക്കണം എന്നാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അപ്പോൾ ചോദിച്ചു നബി തങ്ങൾ, അവ ഗൈറ ദാലിക്, വേറെന്തെങ്കിലും വേണോ? അത് മാറ്റിയിട്ട് വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നോക്കണേ, അന്ന് ജനങ്ങൾ ഹബീബായ നബി തങ്ങളോട് വസ്ത്രം വേണം, തുണി വേണം, അന്നം വേണം, ഒട്ടകം വേണം, ആട് വേണം എന്ന് ചോദിക്കുന്ന കാലമായിരുന്നു. അങ്ങനത്തെ കാലം, ദുന്യാവ് ചോദിക്കുന്ന കാലം. ചില ആളുകൾ അങ്ങനെ ചോദിച്ചത്. ഒരു നാട്ടുകാരൻ ചെന്ന് പുണ്യ നബി തങ്ങളെക്കുറിച്ച് നാട്ടുകാരോട് പറഞ്ഞു കൊടുത്ത അറിയില്ലേ? ഇദ്ഹബൂ ഇലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ ജനങ്ങളെ.
ഫഇന്നഹു യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ. ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാ നബി തങ്ങൾ കൊടുക്കുന്നത് എനിക്കൊരുപാട് കിട്ടി. 2 മലകൾക്കിടയിലുള്ള താഴ്വരയിലെ ഗനമ് ഒട്ടക ആട്ടിൻ പറ്റങ്ങളെ കാണിച്ചിട്ട് ഖുദ്ഹ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ആൾ മുസ്ലിം പോലും അല്ല. അപ്പോൾ മുപ്പര് നാട്ടുകാരോട് ചെന്ന് പറയാം, പൊന്നാര ചങ്ങായിമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പോയിക്കോളി. മുഹമ്മദ് നബി കൊടുക്കുന്നത് യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ ഔ യഖ്ശൽ ഫാഖ. 2 വരികളിൽ കാണാം, ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാ നബി തങ്ങൾ കൊടുക്കണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ അന്ന് അത് ചോദിക്കുന്ന കാലമാണ്. ആ സമയത്താണ് ഒരു കുപ്പായ തുണി പോലും ചോദിക്കാതെ കഅബ് ഇബ്നു മാലിക് എന്നവർ ചോദിക്കുന്നത്, നബിയേ, മരണം കഴിഞ്ഞ് മഹ്ശറ കഴിഞ്ഞ് ഹിസാബ് കഴിഞ്ഞ് സ്വർഗലോകത്തേക്ക് എത്തണമെന്ന് കൊതിക്കുന്ന ഞാൻ നബിയെ അങ്ങയോട് ചോദിച്ചോണു തരാമെന്നൊരു വാഗ്ദാനം കേൾക്കുമ്പോൾ ഏറ്റവും നല്ല ചോദ്യമല്ലേ ചോദിക്കേണ്ടത്? എത്ര വലിയ ബുദ്ധികൂർമ്മതയാണിത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അതുമാത്രം മതി നബിയെ, എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല. അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റണം. അതാണ് എൻ്റെ ആഗ്രഹം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സലുല്ലാഹൽ ഫിർദൗസൽ അലാ. അല്ലാഹുവിനോട് ഇസ്അലൂഹു അസ്അലുല്ലാഹ ശഅസന അലി. മൂസ നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവിനോട് ഞാൻ എൻ്റെ ചെരുപ്പിൻ്റെ വാറ് ചോദിക്കാറുണ്ട്. ചെരുപ്പ് പൊട്ടിയാൽ പടച്ചവനെ ചെരുപ്പ് വേണം. അല്ലാഹുവിനോട് ഞാൻ ചോദിക്കും. പടച്ചവനോട് തന്നെയാണ് ഇളാമുൽ ഉമൂർ, വലിയ വലിയ കാര്യങ്ങളും ചോദിക്കുക. തങ്ങൾ പറയാം, അള്ളാഹുവിനോട് നിങ്ങൾ ചെരുപ്പിൻ്റെ വാറ് ചോദിച്ചോളൂ, കുഴപ്പമില്ല. അള്ളാഹുവിനോട് സ്വർഗവും ചോദിക്കണം. ഏത് സ്വർഗം? ജന്നത്തുൽ ഫിർദൗസ്. സലുല്ലാഹൽ ഫിർദൗസൽ അലാ ഫഇന്നഹു അഅലൽ ജന്നതി വവസതു വഫൗഖഹു അർശുർ റഹ്മാൻ. അള്ളാഹുവിനോട് ചോദിക്കണമേ ജന്നത്തുൽ ഫിർദൗസ്. കാരണം ആ ജന്നത്തുൽ ഫിർദൗസാണ് സ്വർഗത്തിന്റെ മധ്യം. അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്നത്. അതിന്റെ മീതെയാണ് കാരുണ്യവാനായ അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത്. ആ അർശിന്റെ താഴെയാണ് ജന്നത്തുൽ ഫിർദൗസ്. അത് കിട്ടണമെന്ന് റബ്ബിനോട് ചോദിക്കണം. നമ്മളോട് പോലും തങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ഹളറത്തന്നെ ആ ഒരു ഖുർബ്, പടച്ചതമ്പുരാന്റെ അരികത്തെത്തുക എന്ന ആ ഒരു ചിന്ത ഖൽബിലേക്ക് ഇങ്ങനെ തരാൻ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളായാൽ ബലഹീനരാണ്. ഗിനാന ഫഖ്റുന ഇലല്ലാഹ്. നമ്മൾ അള്ളാഹുവിലേക്ക് ദാരിദ്ര്യപ്പെടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. നമ്മുടെ സമ്പാദ്യം സത്യത്തിൽ ഫഖറാണ്, ദാരിദ്ര്യമാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ദാരിദ്ര്യപ്പെടുന്നത്, പടച്ചോനെ ഞാൻ ഫഖീറാൻ, ഇന്നി ഫഖീറുൻ ഇലൈക്, ഞാൻ ഫഖീറാണ് റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ദില്ലത്ത്. ഇപ്പോൾ ദ്വാരക്കുമ്പോൾ നോക്കിയാൽ ഒരു ആവശ്യമില്ലാത്ത ആൾക്കാർ ദ്വാരക്കൂലല്ലോ. ഇഷ്ടം പോലെ അള്ളാഹു സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുക, സമ്പത്തിനേക്കാളും വലുത് ആരോഗ്യമായിരിക്കും. അവരും ദ്വാരക്കാരൊന്നും വല്ലായിരിക്കില്ല. പടച്ചോനെ കടം വീട്ടണേ എന്ന് ദ്വാരക്കുമ്പോൾ എനിക്ക് കടമൊന്നുമില്ലല്ലോ, ഞാൻ ഇപ്പം എന്തിനാ ആമ്യം പറയണ്ടത്? പടച്ചോനെ അസുഖം മാറ്റിത്തരണേ പടച്ചോനെ, എനിക്കിപ്പോൾ ഒരു അസുഖമല്ലല്ലോ, ഞാൻ എന്തിനാ ഇപ്പം ഇതിന് ആമ്യം പറയേണ്ടത്? പടച്ചോനെ വീടില്ലാത്തൊരു വീട് കൊടുക്കണം, എനിക്ക് വീടൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്തിനാ ഇപ്പം ഇതിന് ആമ്യം പറയേണ്ടത് എന്ന് ചിന്തിച്ച് എഴുന്നേറ്റ് പോകുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കി. ഒന്നും ചോദിക്കാനില്ല. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും നല്ല നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്ന ഗിന, ഐശ്വര്യം, നമ്മൾ പടച്ചോൻ്റെ മുമ്പിൽ എനിക്കൊന്നുമില്ല റബ്ബേ നീ എനിക്ക് താ എന്ന റബ്ബ് തആലയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ഒരു തദല്ലുലാണ് നമ്മുടെ ഗിന, അതാണ് നമ്മുടെ ഐശ്വര്യം. നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ ചെറുതാവുന്നതാണ് നമ്മൾ വലുതാവുന്നത്. മനുഷ്യന്മാരുടെ മുമ്പിൽ വലുതാവുന്നതല്ല, അള്ളാഹിൻ്റെ മുമ്പിൽ ചെറുതാവുന്നതാണ്, അതാണ് നമ്മുടെ വലുപ്പം. പടച്ചതമ്പുരാനോട് നമ്മൾ ദാരിദ്ര്യപ്പെടുന്നതാണ് അള്ളാഹു നൽകുന്ന ഐശ്വര്യം. ഇത് തിരിച്ചറിയേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ഇൽമും അറിവും ജ്ഞാനവും ആ ഒരു ഖുർബിലേക്ക് നമ്മെ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖുതൈബത്ത് ബിൻ മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ടെൻറ്റിനിടയിലൂടെ നടന്നുപോയി ഇങ്ങനെ നോക്കുമെന്നാണ്. ഒരു മനുഷ്യനെയാണ് മഹാൻ നോക്കുന്നത്. ആ മനുഷ്യൻ എന്തു ചെയ്യുന്നു എന്നറിയാൻ. ആ മനുഷ്യനെ കണ്ടിട്ടേ ഖുതൈബ തങ്ങൾ പോയിട്ട് കിടന്നുറങ്ങുള്ളൂ. താബിഈയായ മഹാൻ, താബിഈങ്ങളുടെ സാദാത്തുക്കളിൽപ്പെട്ട മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മനസ്സിന് കാഠിന്യമോ ഇബാദത്തിന് താല്പര്യക്കുറവോ, നമ്മൾ വിചാരിക്കുന്ന താല്പര്യക്കുറവല്ലട്ടത്. 100-200 റക്അത്തൊക്കെ നിസ്കരിക്കുമ്പോൾ 150 ചുരുങ്ങിയിട്ടുണ്ട്.
അത്രയ്ക്ക് അവൾക്കുണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇബാദത്തിൻ്റെ ഒരു 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 ലദ്ദത്ത്, ആനന്ദം കുറയുകയോ ചെയ്താൽ യൂനുസ് ബിൻ ഉബൈദ് തങ്ങൾ, മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ, ഇവരൊക്കെ പറയാം, ഞങ്ങൾ മുഹമ്മദ് ബിൻ വാസിഅ തങ്ങളുടെ മുഖം കാണാൻ വേണ്ടി പോകും. എവിടെയെങ്കിലും ദൂരെ ഇങ്ങനെ നിന്നിട്ട് ആ മഹാൻ്റെ മുഖം കണ്ടാൽ ആഴ്ചകളോളം ഞങ്ങൾക്ക് ഇബാദത്തിന് ആവേശം ഉണ്ടാകുമായിരുന്നു. എന്തൊരു പോസിറ്റീവ് വൈബ്! അങ്ങനത്തെ മഹാനാണ് മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത മനുഷ്യൻ്റെ സെൻസുകൾക്ക് അതീതമായൊരു ലോകം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് കാണാൻ കഴിയുന്നിടത്താണ് മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനാകുന്നത്. കണ്ണുകളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ കാണുന്നൊരു ലോകത്തിനപ്പുറം ഈ പരിശുദ്ധമായ സദസ്സിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നിടം. ഉദാഹരണം, സ്വർഗവും നരകവും ഖബറിന്റെ അദാബും ഖബറിന്റെ ലദ്ദത്തും അവിടുത്തെ മുചഅച്ചുമെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, കണ്ണുകൾക്കതീതമായ സെൻസറി ഫാക്കൽറ്റികൾക്കതീതമായ അള്ളാഹുവിൻ്റെ ഗൈബിയായ ഒരു ലോകം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ഖൽബുകൾക്ക് വിശുദ്ധ ഖുർആൻ ഒരു നൂറായി പ്രകാശമായി ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അതൊരു പുസ്തകമാണ്, അവർ വായിച്ചു തീർക്കും. പറഞ്ഞു ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട്, ചിലരൊക്കെ പറയാറുണ്ട് അങ്ങനെ. ഇസ്ലാമിലേക്ക് വരണം, പഠിക്കണം, അള്ളാഹുവിനെ അറിയണം എന്നൊരു ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒരു റീഡിങ് അങ്ങനെ വായിക്കാം. പക്ഷേ ഖുർആനിൻ്റെ ഹുദ കിട്ടൂല. ഹുദ കിട്ടുന്നവർ നമ്മുടെ കണ്ണുകൾക്ക് അതീതമായൊരു ലോകം മുമ്പിലുണ്ട് എന്ന് കാണുന്നവരാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു യാത്രയെക്കുറിച്ച് ഓർക്കുന്നവരാണ്. അതുകൊണ്ടാണ് സാഹിബൂ മൻ തുദക്കിറുകുമുല്ലാഹ റുഅയതുഹു വമൻ യസീദുകും ഫിൽ അമലി ഖൗലുഹു വമൻ യുറഗിബുകും ഫിൽ ആഖിറതി അമലുഹു. നിങ്ങൾക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ വേണം, നല്ല നല്ല കൂട്ടുകാർ വേണം, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അവരെ നിങ്ങൾ കൂട്ടുപിടിക്കണം. ആരൊക്കെയാണ് അവരെന്നറിയണേ. മൻ തുദക്കിറുകുമുല്ലാഹ റുഅയതു, ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നത്, ആരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നുവോ അവർ. വമൻ യസീദുകും ഫിൽ അമലി ഖൗലുഹു, ഏതൊരാളിൻ്റെ വാക്കുകളാണോ നിങ്ങൾക്ക് അമല് ചെയ്യാൻ നിമിത്തമാകുന്നത്, ഏതൊരു പണ്ഡിതൻ, ഏതൊരു ആലിം, ഏതൊരു മുദരിസ്, ആരുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണോ എൻ്റെ അമലുകൾ ഇത്ര പോരാ, എനിക്ക് അമലുകൾ വർദ്ധിപ്പിക്കണം എന്ന് തോന്നുന്നത്. വമൻ യുറഗിബുകും ഫിൽ ആഖിറതി അമലുഹു, ആരുടെ കർമ്മങ്ങൾ കാണുമ്പോഴാണോ, അമലുകൾ കാണുമ്പോഴാണോ ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനുള്ളിൽ ആനന്ദം കുറിക്കുന്നത്. ലോകത്തേക്ക് പോകണം, ആഖിറത്തിലേക്ക്, എൻ്റെ റബ്ബിൻ്റെ അരികത്തേക്ക് പോകണം. അങ്ങനെ അതിൻ്റെ മസ്റഅത്താണ് ഈ ലോകം. ലോകത്തോട് വിട പറയുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന നേരം അല്ലാഹുവിനോട് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? നമ്മൾ അവസാനം മരിക്കുന്ന നേരത്ത് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അലൈഹാ നഹ്യ വ അലൈഹാ നമൂതു വ അലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞു? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ നാവ് കൊണ്ട് ചൊല്ലണം, ചൊല്ലിയ കൂലി കിട്ടും, ഉറപ്പാണ്. പക്ഷേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. There is nothing, no one, no deity worthy of worship except Allah. ഇത് അറിയേണ്ട ഒരു ഇൽമാണ്. അല്ലാഹു അങ്ങനെയാണ്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇത് പഠിക്കേണ്ട ഒരു ഇൽമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിക്കേണ്ടതാണ്. നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഒരാൾ വന്നിട്ട് നമ്മൾ രണ്ട് വസ്വാസിൻ്റെ വർത്താനം പറഞ്ഞാൽ നമ്മുടെ അഖീദ ഇളകുമോ? ഒരു നിരീശ്വരവാദിൻ്റെ രണ്ട് ഡയലോഗ് കേട്ടാൽ നമ്മുടെ വിശ്വാസം എവിടെ പോകും? പാറ പോലെ ഉറച്ചു നിൽക്കാൻ കഴിയോ? കൈഫ ഈമാനുക യാ അമ്മാർ കൈഫ ഖൽബുക. ഖൽബിൽ എങ്ങനെയുണ്ട് അമ്മാറേ? നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന വിശ്വാസം എങ്ങനെയാണ്? മുശ്രിക്കീങ്ങൾ പിടിച്ചു വെച്ചിട്ട് മതം മാറണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അമ്മാർ ഇബ്നു യാസിർ തങ്ങളെ. അവരുടെ ഉപ്പയായ യാസിർ തങ്ങളും ഉമ്മയായ സുമയ്യ ബിൻതു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ഈ ഉമ്മത്തിലെ ആദ്യത്തെ ശുഹദാക്കളിൽപ്പെട്ടവരാണ്. നബിയെ, ഞാൻ
കുഫറിലേക്ക് പോയിട്ടില്ല നബിയെ, രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചില എക്സ്ക്യൂസുകൾ പറഞ്ഞു പോന്നിട്ടുണ്ട്. അമ്മാറേ, നിങ്ങളുടെ ഖൽബ് എങ്ങനെയുണ്ട്? മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്, ശാന്തമാണ് നബിയെ എൻ്റെ ഹൃദയം, ഈമാൻ കൊണ്ട് ശാന്തമാണ്, ഈമാൻ കൊണ്ട് ശാന്തമാണ്. നോക്കണേ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ്. സൂറത്തുൻ നഹൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ഒരു ഇല കാണുമ്പോൾ, ഒരു ചെടി കാണുമ്പോൾ, ഒരു പക്ഷി കാണുമ്പോൾ, ഒരു മണൽത്തരി കാണുമ്പോൾ, ആകാശലോകങ്ങൾ കാണുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ, ജീവികളെ കാണുമ്പോൾ, ജീവജാലങ്ങളെ കാണുമ്പോൾ, നമ്മുടെ കണ്ണുകൾക്ക് വിഷയീഭവിക്കാത്ത കോടിക്കണക്കിന് ജീവികൾ ഈ എയറിൽ നമ്മുടെ കൺമുമ്പിലൂടെ കളിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ അറിയുമ്പോൾ സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ എത്ര വലിയ പരിശുദ്ധനാണ്, നീ എത്ര വലിയ പരിശുദ്ധനാണ്. അല്ലാഹുവിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നതാണ് ഈ അല്ലാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും. ഏത് സൃഷ്ടിയെയും കാണുമ്പോൾ അല്ലാഹുവേ നിന്റെ സൃഷ്ടിയാണല്ലോ ഇത്, എന്തൊരത്ഭുതമാണല്ലേ, എന്തൊരത്ഭുതമാണല്ലേ. എല്ലാറ്റിലും ഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അല്ലാഹു ഏകനാണെന്ന് വിളിച്ചറിയിക്കാത്ത എന്താണ് ലോകത്തുള്ളത്? അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ഏതിലും എന്തിലും അല്ലാഹുവിലേക്കുള്ള വഴികൾ കാണുന്നവരാണ്, കണ്ടെത്തുന്നവരാണ്. പഴയ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യരാവാൻ പറ്റുമോ ഇൽമില്ലാതെ? എന്ത് ഇൽമ്? കമ്പ്യൂട്ടറിൽ കീബോർഡിൽ കളിക്കാനുള്ള ഇൽമാണോ? അല്ല ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൽമാണോ? വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൽമാണോ? ഇൽമ് എന്ന് പറയുന്ന അറിവ് എന്താണ്? നമ്മുടെ സൃഷ്ടാവിനെ അറിയാനും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലാനും ആനന്ദത്തോടെ റബ്ബിന് ശുക്ർ ചെയ്യാനും കഴിയുന്ന അറിവ്. ആ അറിവ് കിട്ടാതെ മരിച്ചുപോയാൽ ഭയങ്കര നഷ്ടമല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ദിക്റുകളിൽ എത്രയോ ശ്രേഷ്ഠമായൊരു ദിക്റാണിത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4 കലിമാത്ത്, 4 വാക്കുകളാണിത്. ഏത് ആദ്യം പറഞ്ഞാലും ഏത് അവസാനം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പോലും തങ്ങൾ പറഞ്ഞു. ഈ 4 കലിമത്തുകള് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്താണ് പറയുന്ന വാക്കുകളുടെ അർത്ഥം? എന്താ അറിയുന്നത്? എത്ര വലിയ ഗൗരവമുള്ള വാക്കുകളാണ്. അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, ഒരു ന്യൂനത പോലുമില്ലാത്തവൻ. നമ്മൾ ന്യൂനതയുള്ളവരാണ്. നമുക്ക് ഉറങ്ങണം, വിശ്രമിക്കണം, അത് തന്നെ വലിയൊരു ന്യൂനതയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഉറങ്ങാണ്ടിരിക്കാൻ പറ്റും? ഇപ്പം ഞാൻ എപ്പോഴാണ് പൊരേക്കെത്തുക അല്ലേ? എനിക്കൊന്ന് ഉറങ്ങണ്ടേ, ഒന്ന് വിശ്രമിക്കണ്ടേ ആലോചിക്കുന്നുണ്ടാവും. ചിലർ നേരത്തെ ആലോചിച്ചിട്ട് പോയിട്ടുണ്ടാവും. എന്തേ? നമുക്ക് വിശ്രമം വേണം. അല്ലാഹു ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. No sleep nor slumber will overtake him. ഉറക്കമോ തൂങ്ങിയുറക്കമോ അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. യാ അല്ലാഹ്, നമുക്ക് ഉറങ്ങണം, അത് ന്യൂനതയാണ്. സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബിന് ഒരു ന്യൂനതയുമില്ല. റുകൂഇലേക്ക് പോകുമ്പോൾ നമ്മൾ കുനിയുകയാണ്. കുനിയെന്ന് പറഞ്ഞ ഒരു തരം തദല്ലുലാണ്. നമ്മൾ താഴ്ന്നു കൊടുക്കുകയാണ്. എൻ്റെ റബ്ബ് താഴ്ന്നു കൊടുക്കുന്നവനല്ല. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. അദീമായ റബ്ബേ, ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്, ഞാൻ റുകൂഇന്റെ പൊസിഷനിലാണ് കിടക്കുന്നത്. എന്നാൽ നീ സുബ്ഹാന, നീ എല്ലാറ്റിനും മീതെ റബ്ബേ, നിനക്ക് കുനിയേണ്ട കാര്യം, നീ ആരുടെ മുമ്പിലും തല കുനിക്കൂല റബ്ബേ. സുജൂദിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ്റെ അഷ്റഫായ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യൻ്റെ അവയവമാണ് തല, നെറ്റി, മുഖം. അത് മണ്ണിൽ വെക്കുകയാണ്, മണ്ണിലേക്ക് വെക്കുകയാണ്. കാർപ്പറ്റിലൊക്കെ ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടൂല. മണ്ണിലാണ്,
ഭൂമിയോളം നമ്മൾ താഴ്ന്നു കിടന്നിട്ടായി തല കുനിക്കണത് എന്ന് ചിലപ്പോൾ തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ പള്ളികളൊക്കെ ഉള്ളൊരു ഉഷാറുള്ള പള്ളിയാണ്, കാർപ്പറ്റ് എടുത്ത് മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണത് നമ്മൾ നടക്കുന്ന സ്ഥലത്താണ് ഈ തല വെക്കുന്നത്, കാല് ചവിട്ടുന്ന സ്ഥലത്താണ് ഈ തല വെക്കുന്നത്. എന്നിട്ട് എന്താ അള്ളാഹിനോട് പറയുന്നറിയോ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അല്ലാഹുവേ നീ ഏറ്റവും മീതയാണ് റബ്ബേ, ഞാൻ ഏറ്റവും താഴെയാണ്, ഞാൻ മണ്ണിലാണ് കിടക്കുന്നത് റബ്ബേ, നിനക്ക് ഈ ന്യൂനതയില്ല റബ്ബേ, നീ ആരുടെ മുമ്പിലും തലകുനിക്കുന്നവനല്ല, ഞങ്ങൾ നിന്റെ ഇബാദുകളാണ്, നീ ഞങ്ങളുടെ മഅബൂദാണ്, ഞങ്ങൾ താഴെയാണ്, നീ എപ്പോഴും മീതയാണ്. താഴ്ച എന്ന് പറയുന്ന നഖ്സ് അല്ലാഹുവേ നിനക്ക് ബാധിക്കുന്നില്ല. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി, അല്ലാഹുവിനെ പുകഴ്ചയാണ് നമ്മൾ. ഇതൊക്കെ ഖൽബറിഞ്ഞുകൊണ്ട് ചൊല്ലിയാണ്ടല്ലോ നിസ്കാരം കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നൂറിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖൽബിലേക്ക് അതിൻ്റെ അർത്ഥം പോയിട്ട് നമ്മൾ എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക? അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അൽഹംദുലില്ലാഹ്, പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ശുക്ർ, ആ ശുക്റിൻ്റെ അടിസ്ഥാനം അർഹിക്കുന്നത് റബ്ബേ നീ മാത്രമാണ്. ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്തെന്നാൽ പോലും ആ ശുക്ർ പോലും അതിൻ്റെ യഥാർത്ഥ മുസ്തഹിഖ് അല്ലാഹുവാണ്. മനുഷ്യൻ സഹായിക്കണമെങ്കിൽ ആ സഹായിക്കുന്ന വ്യക്തിയുടെ ഖൽബിൽ സഹായം സ്വീകരിക്കുന്നവനോട് ഒരു റഅഫത്ത് അല്ലാഹ് തോന്നിപ്പിച്ചു കൊടുത്തേ മതിയാവും. ഇല്ലെങ്കിൽ ആ കാര്യം നടക്കുമോ? നടക്കൂല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പള്ളിയുടെ പിരിവിനാണ്, സ്ഥാപനത്തിൻ്റെ ആചരിത്ത് പോയാൽ നടക്കും, റെസിറ്റ് ബുക്ക് എടുത്ത് പോകും, മൂപ്പരിപ്പോൾ ഒന്നും കൊടുത്തില്ല എന്ന് വരും. എന്തേ? ആ മനുഷ്യൻ്റെ ഖൽബിൽ ഇടപെടുന്നത് അല്ലാഹുവാണ്. ആ ഇടപെടലിന് ആ മനുഷ്യൻ്റെ ഖൽബിൻ്റെ ഹൃദയവിശുദ്ധി അതിന് കാരണമാണ്. പക്ഷെ റബ്ബിൻ്റെ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടില്ലേ, കാര്യം നടക്കൂല. അതുകൊണ്ടാണ് ശുക്റായ ശുക്ർ മുഴുവനും അർഹിക്കുന്നത് അല്ലാഹുവിനാണ്. മനുഷ്യനോട് പറയുന്ന നന്ദി പോലും അല്ലാഹുവിനോട് ചെയ്യുന്ന നന്ദിയാണ്. ലം യഷ്കുരില്ലാഹ മൻ ലം യഷ്കുരിന്നാസ്, ജനങ്ങളോട് നന്ദി പറയാത്തവൻ അല്ലാഹുവിനോട് നന്ദി പറഞ്ഞിട്ടില്ല. ആ നന്ദി അല്ലാഹുവിന് അർഹിക്കുന്നതാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ പരമമായ മനുഷ്യന്റെ ബഹുമാനവും ആദരവും, മനുഷ്യന്റെ ഇബാദത്തും എല്ലാ സുജൂദും, എല്ലാ തരത്തിലുമുള്ള പരമമായ മനുഷ്യന്റെ വിധേയത്വം അതർഹിക്കുന്ന കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവനായ ഈ ലോകത്ത് അങ്ങനത്തെ പടച്ചവനെ നീയാണ്, നിന്റെ പേരാണ് അല്ലാഹ് എന്നും അഷ്റഫുൽ ഖൽഖ് തങ്ങളും അംബിയാവും പഠിപ്പിച്ചു തന്നത്. ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇത് മനുഷ്യന്റെ മനസ്സിൽ ഫിത്രത്തിന്റെ ഭാഗമാണെന്നാണ്. ഫിത്രത്താണിത്. ബൈ നേച്ചർ ഹ്യൂമൻ ബീയിങ് ഈസ് എ ബിലീവർ. അതാണ് ഞങ്ങൾ ഫിത്രത്തിന്റെ ഹദീസ്. അതാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഒരുപാട് വാക്കുകളിൽ ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ ഒരു റിവായത്ത് ഇങ്ങനെ, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്വിറാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുശ്രികാനിഹി. മുസ്ലിമാക്കുക എന്ന് പറഞ്ഞിട്ടില്ല, മാതാപിതാക്കളാണ് മുസ്ലിമാക്കണത് അല്ല, അത് അസ്ലാണ്. അവൻ്റെ ഉമ്മയോ വാപ്പയോ അവൻ്റെ പരിസരങ്ങളോ സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ ആണ് ഒരു മനുഷ്യനെ, ഒരാളെ മറ്റു മതവിശ്വാസിയായി മാറ്റുന്നത്. അവരുടെ ബൈ ഡിഫോൾട്ട് ഏകനായ ഒരു പടച്ചവനെ അംഗീകരിക്കാനുള്ള പക്വതയിലും വ്യക്തതയിലും ക്ലാരിറ്റിയിലുമാണ്, ശുദ്ധതയിലുമാണ് ഓരോ കുഞ്ഞും ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ആരുമില്ലാതെ, ഒരു മദ്രസ സ്കൂളില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി, ഒരു ദ്വീപിൽ കൊണ്ടുപോയി വളർത്തി എന്ന് ഇരിക്കട്ടെ. അള്ളാഹുവിനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ദീനിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സങ്കല്പിക്കുക, അങ്ങനെ ഒരു കുട്ടി താനേ വളർന്നാൽ പ്രായപൂർത്തിയെത്തുന്നതോടുകൂടെ, ചിന്ത പുരോഗമിക്കുന്നതോടുകൂടെ ആ കുട്ടിക്കറിയാം ഈ പ്രപഞ്ചം, ഇതിനൊരു ലക്ഷ്യമുണ്ട്, ഇതുണ്ടാക്കിയ ആൾ ഒന്നാണ്, അള്ളാഹുവാണ് പേരെന്ന് പറഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഒരു പടച്ചവനെ ഉണ്ടാവാൻ പറ്റും, രണ്ടാൾ പറ്റില്ല, ഒന്നേ ഒന്ന്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ അദില്ലത്തുകളിൽ ഒന്ന് ഫിത്രത്താണ്, രണ്ടാമത്തേതാണ് തമാനു, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത, അടുത്തതാണ് തസ്ഖീർ,
സർവ്വ വസ്തുക്കളെയും അള്ളാഹു തസ്ഖീർ ചെയ്ത്. ഈ 3 ദലാലത്തുകളാണ് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും ആദ്യത്തേത് ഫിത്രത്താണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസർച്ച് ഹെഡാണ് ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റ്. അദ്ദേഹത്തിൻ്റെ 10 കൊല്ലം നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ട് ഈ അടുത്ത കാലത്താണ് പബ്ലിഷ് ചെയ്തത്. പക്ഷെ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, പക്ഷേ അദ്ദേഹം സയൻറ്റിസ്റ്റാണ്. ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റ് അദ്ദേഹത്തിൻ്റെ പഠനം അവസാനിപ്പിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ? ഈ ഫിത്രത്തിൻ്റെ കാര്യം. അദ്ദേഹം പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെയല്ല. കുട്ടികളെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ജന്മന അവർക്കറിയാം ഈ പ്രപഞ്ചത്തിന് there is a genuine purpose. ഈ പ്രപഞ്ചത്തിന് ഒരു മാന്യമായ ഒരു ലക്ഷ്യം ഈ പ്രപഞ്ചത്തിനുണ്ട്. ഇത് വെറുതെ ഉണ്ടായതല്ല. പിന്നെ and there is a creator. ഇതിനെ ഉണ്ടാക്കിയ ഒരു ഖാലിഖുണ്ട്. ഖാലിഖിൻ്റെ പേര് ഇപ്പോൾ എന്തോ ആവാം, പക്ഷെ അവർ പേരൊന്നും വിളിച്ചോണമെന്നില്ല. ഇതിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. കുട്ടികളുടെ ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടാണ് വരുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അത്ഭുതമാണത്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അതാണ് ഫിത്രത്ത്. അള്ളാഹു ഇൽഹാം ചെയ്തതാണ് ഓരോ നഫ്സിനും. ഷറിൻ്റെയും ഖൈറിൻ്റെയും ബേസിസ്, അതിൻ്റെ അസാസ് എല്ലാ കുട്ടികൾക്കും അറിയുന്നു. അതിനെ പരിപോഷിപ്പിക്കാനാണ് ശരീഅത്ത് വന്നത്, അതിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ ഏറ്റവും വലിയവനാണ്. പടച്ചവനെ, നിന്റെ വിഷയമാണ് ഏറ്റവും വലുത്. അള്ളാഹിൻ്റെ ഇസ്മുൽ അല്ലാഹുവിന് അക്ബർ എന്ന് പറഞ്ഞ ഇസ്മില്ല. അബ്ദുൽ അക്ബർ ഉണ്ടാവില്ല, അബ്ദുൽ കബീറേ ഉണ്ടാവുള്ളൂ. അള്ളാഹു കബീറാണ്. അവിടെ അക്ബർ കബീറൻ അല്ലാതെ ആരാ? അള്ളാഹു അല്ലാത്ത സർവ്വതും സഗീറല്ലേ. പിന്നെ അള്ളാഹിനെ പറ്റി അക്ബർ പറഞ്ഞു, അള്ളാഹ് കബീറാണ് മതി, ബാക്കിയൊക്കെ സഗീറാണ്. അള്ളാഹ് അക്ബർ എന്ന് പറയുമ്പോൾ കബീർ എന്ന് പറയാൻ ആരെങ്കിലും ഇവിടെ വേണ്ടേ? അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അക്ബറില്ല, എന്തേ ഉള്ളൂ? കബീറേ ഉള്ളൂ. പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അംറുല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ വിഷയങ്ങളിൽ ഏറ്റവും വലുതാണ്.